ഹായ് ഗൈസ്, പവിത്രം പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ വരുണും ദീപ്തിയുമായുള്ള അടുപ്പം വേദയെ ഭയപ്പെടുത്തുന്നു. ഇതേപ്പറ്റി ശ്രീജയോടും വിക്രത്തിനോടും വേദ സംസാരിച്ച പ്രകാരം ശ്രീജ വിശ്വവുമായി സംസാരിച്ച് ദീപ്തിയോട് ദീപ്തിയെ നമുക്ക് പുറത്തെവിടെ നിന്നെങ്കിലും വെച്ച് കണ്ട് അവളെ ഒന്ന് ഉപദേശിക്കാമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ദീപ്തിയോട് പുറത്തു നിന്നും ആരൊക്കെ സംസാരിച്ചുവോ അഥവാ അവളെ ഉപദേശിച്ചുവോ അവരെല്ലാം അവൾ എതിരായി കണക്കാക്കുന്നു. അങ്ങനെ അവസാനം രണ്ടും കൽപ്പിച്ച് വരുണിനെ ചെന്നു കാണാൻ വേദ തീരുമാനിക്കുന്നു. വരുണിന് പറയാനുണ്ടായിരുന്നത് ഒരു പക്ഷേ വേറെയൊരു കഥയായിരുന്നു. അത് തന്നെയാകാം, ആ ഒരു കഥ തന്നെയാകാം, അല്ലെങ്കിൽ വരുണിൻ്റെ നിസ്സഹായതാവസ്ഥ തന്നെയാകാം ദീപ്തിയെയും വരുണിനെ സപ്പോർട്ട് ചെയ്യാനും ഇഷ്ടപ്പെടാനും സ്വാധീനിച്ചതും ഒക്കെ എന്ന് വേദയും കരുതുന്നു. പക്ഷെ ഇതൊന്നും വിക്രമിന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. വിക്രം അതെല്ലാം പരിഹസിച്ചു തള്ളി. എന്നിട്ട് പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം തൻ്റെ അനുജത്തിയുടെ പ്രശ്നം ഒരുതരം കമ്പാഷൻ സാറ്റിസ്ഫാക്ഷനാണ്. തൻ്റെ സഹായം കൊണ്ട് ഒരാളുടെ ജീവിതം അർത്ഥപൂർണമാകുന്നു അഥവാ നന്നാക്കാൻ പറ്റിയല്ലോ എന്ന തോന്നലോ കൊണ്ടുള്ള ഒരിഷ്ടം, അഥവാ അതൊരു മാനസിക സംതൃപ്തിയാണ് എന്ന്. ഇത് കേൾക്കുമ്പോൾ വേദ വിക്രത്തിനെ നോക്കുന്നുണ്ട്. അതിനുശേഷം വിക്രമും പിറ്റേ ദിവസം വേദയോട് പറയുന്നത്, സത്യത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥന തന്നെയാണ് വേദ. ഇത് മനുഷ്യരുടെ ഉള്ളിലുള്ള നിലവിളി, അതാണ് യഥാർത്ഥ പ്രാർത്ഥന എന്ന്. പിന്നീട് വിക്രം ആദ്യമായി വേദയെ അമ്പരപ്പിച്ചുകൊണ്ട് ഒരു പുടവയെടുത്ത് കൊടുക്കുന്നുണ്ട്. അവരുടെ മനസ്സിലുള്ള ഇഷ്ടം അവർ പറയാതെ പറയുകയായിരുന്നു അന്ന് തുടങ്ങി. തൊട്ടു പുറകിലായി ഒരു കൊച്ചുകുട്ടി മാളികപ്പുറമായി വന്നു നിൽക്കുന്നു. ഇത് കണ്ട വേദയും വിക്രമും അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യം മനസ്സിലാക്കുന്നു. ഇതാണ് പ്രമോ ആയി കാണിക്കുന്നത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.